ജിൻഡോ ഇതിനോട് പ്രതികരിക്കാം. ഇത് ഒരു സർക്കാരിനെയും കുറ്റപ്പെടുത്തുന്ന പ്രതികരണമല്ല, മറിച്ച് എന്താണ് യഥാർത്ഥത്തിൽ മാറി മാറി വരുന്ന സർക്കാരുകൾ ചെയ്യാതെ പോയത് എന്നുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട് അവരോട് ചോദിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അവരോടല്ലേ ചോദിക്കേണ്ടത് ആദ്യം തന്നെ? തീർച്ചയായിട്ടും സ്മൃതി, ഞാൻ 100% യോജിക്കുന്നു. എനിക്ക് മുമ്പ് സംസാരിച്ച ജിനിൻ പറഞ്ഞ വാക്കുകളോട് 100% യോജിക്കുകയാണ്. നമ്മുടെ ഒരു വലിയ പരാജയമാണ്, നമ്മൾ സമ്മതിച്ചേ മതിയാവും. നമ്മുടെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ എല്ലാ നേട്ടങ്ങളും അത് മറ്റാർക്കോ വേണ്ടിയിട്ടാണെന്നുള്ള തെറ്റിദ്ധാരണ വേണ്ട. ഈ നാട്ടിലെ ഇൻഡിജിനസ് ആയിട്ടുള്ള ഇത്തരം അറിവുകളുള്ള ആളുകളെ കൂടി കോർഡിനേറ്റ് ചെയ്തിട്ട് വേണം ഇത്തരം വികസന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാൻ എന്നുള്ളതിൻ്റെ പാഠമാണ് ഇപ്പോൾ മുതലപ്പുഴയിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന ഓരോ മരണ വാർത്തകളും. എനിക്ക് മുമ്പ് സംസാരിച്ച ജിന്നിനോട് ഒരു തരത്തിലും ഒരു വാക്ക് കൊണ്ടുപോലും വിയോജിക്കാനില്ല, 100% യോജിക്കുന്നു. പക്ഷേ എനിക്കിതിൽ പറയാൻ മറ്റൊരു കാര്യം കൂടിയുണ്ട്. എനിക്ക് മുമ്പ് സംസാരിച്ച എച്ച് സലാം രാഷ്ട്രീയം പറയുന്നില്ലെന്ന് അദ്ദേഹം പലവട്ടം പറഞ്ഞെങ്കിലും അദ്ദേഹം മറ്റൊരു രീതിയിൽ ഇപ്പോഴത്തെ സർക്കാരിനെ കുറ്റം ചാരുന്ന രീതിയിൽ അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ അതേ രീതിയിൽ തന്നെ പറയുന്നില്ല, പക്ഷെ 1-2 കാര്യം ഓർമ്മപ്പെടുത്തണമെന്നുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ അവിടെ മാത്രം മരണപ്പെട്ടത് 469 മനുഷ്യരാണ്. 160 മനുഷ്യരെ കാണാതായിട്ടുണ്ട്. നമുക്കൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഈ 2.5 മാസമായ സർക്കാരിനാണ് എന്ന് പറഞ്ഞു വെക്കരുത്. അതൊരു കുഴപ്പമുണ്ട്. ഒരു വർഷത്തിന് ശേഷവും ഇതേ കാര്യങ്ങൾ ആവർത്തിക്കപ്പെടുകയാണെങ്കിൽ 100% ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടതാണ് UDF സർക്കാർ, VD സതീശൻ സർക്കാർ. പക്ഷേ ഇപ്പോഴത്തെ ഈ സംവിധാനങ്ങളുടെ അപര്യാപ്തത, അതിന് ഒരു തരത്തിലും ഉത്തരവാദിത്തം UDF സർക്കാരിനല്ല എന്നുള്ളതിന് ഒരു ഉദാഹരണം. 6 കോടി രൂപ മുടക്കി 3 ബോട്ടുകൾ വാങ്ങിയിട്ട് അത് നേരാമണ്ണം പ്രവർത്തിക്കുന്നില്ല. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വാങ്ങിയതാണ്. അവിടുത്തെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഊരാളുങ്കലിന് 80 ലക്ഷം രൂപ കൊടുത്തിട്ട് ഇതുവരെ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടിട്ടില്ല. ആ റിപ്പോർട്ട് ഇനി എന്ന് വരുമെന്ന് ആർക്കും അറിയില്ല. ആ പണം എങ്ങോട്ട് പോയെന്ന് നമുക്കറിയില്ല. ഇതുവരെ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഇല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ് എന്നുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുന്നു. ഇനി ഉദ്യോഗസ്ഥരുടെ അലംഭാവം ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പരിശോധിച്ച് നടപടിയെടുക്കാൻ പ്രാപ്തമായ ഒരു സർക്കാരുണ്ട്. പക്ഷെ നമുക്ക് സംഭവിച്ചു പോയ വീഴ്ചയ്ക്ക് അതിന് ആരോട് മറുപടി പറയും? ആ സങ്കടത്തിന് എന്ത് പരിഹാരം കാണുമെന്നുള്ള ചോദിക്കുമ്പോൾ അതിനൊരു ഉത്തരവില്ല. ഞാൻ വീണ്ടും പറയുന്നു, ഇവിടെ MSCയുടെ ഷിപ്പിംഗ് കമ്പനിയുടെ ഷിപ്പ് അപകടത്തിൽപ്പെട്ട് കണ്ടെയ്നറുകൾ കടലിൽ ഒഴുകി നടന്ന് മത്സ്യത്തൊഴിലാളികളുടെ വള്ളവും വലയും ഒക്കെ അപകടത്തിൽപ്പെട്ടു. എന്ത് നഷ്ടപരിഹാരം, എന്ത് രീതിയിലുള്ള ആശ്വാസ നടപടി സ്വീകരിച്ചു എന്ന് ചോദിച്ചാൽ ഉത്തരവില്ല. മുതലപ്പുഴയിലെ നിരന്തരമായ മരണത്തെ തുടർന്ന് ഇപ്പൊ ഈ ചർച്ചയിലിരിക്കുന്ന ഫാദർ യൂജിൻ പെരേര അടക്കമുള്ള ആളുകൾ സമരം ചെയ്തപ്പോൾ അവരെ തീവ്രവാദി എന്ന് വിളിച്ച് അവരെ അതിക്രൂരമായി മർദ്ദിച്ച് കേസിൽ പ്രതിയാക്കിയ ഒരു സർക്കാരുണ്ടായിരുന്നു. ഞാൻ ഇതൊക്കെ ആവർത്തിക്കുന്നത് മുമ്പിരുന്ന സർക്കാർ മൊത്തം ചെയ്ത് തെറ്റാണ് എന്ന് പറയാനല്ല. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം നിൽക്കുമ്പോഴാണ് 2.5 മാസമായിട്ടുള്ള ഒരു സർക്കാരിനെ നെഗറ്റീവായിട്ട് ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുൻ MLA എച്ച് സലാമിനെ പോലുള്ള ആളുകൾ സംസാരിക്കുന്നത്. അങ്ങനെ പാടില്ല. നമ്മൾ ഇത്തരം സാഹചര്യങ്ങളിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് പരിഹാരത്തെ കുറിച്ചിട്ട് സംസാരിക്കൂ. നമുക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെന്താണ് 10 വർഷം ഭരിച്ച സർക്കാരിന്റെ ഭാഗമായിട്ട് നിന്ന ആളുകൾക്ക് എന്താണ് ഞങ്ങൾ നടത്തേണ്ട നയപരമായിട്ടുള്ള ശാസ്ത്രീയപരമായിട്ടുള്ള മാറ്റം എന്നുള്ള നിർദ്ദേശം കൂടി പറഞ്ഞാൽ എച്ച് സലാം പറയുന്നതിനോട് ഞാൻ യോജിക്കാം. ശരി, എന്താണ് നിർദ്ദേശങ്ങൾ? നിർദ്ദേശങ്ങളുടെ ഒരു കുറവുമില്ല. മത്സ്യത്തൊഴിലാളികൾക്ക് തന്നെ കൃത്യമായി അവർക്കെന്താണ് വേണ്ടതെന്ന് പറയാനറിയാം. അവരത് കൃത്യമായി പറയുന്നുണ്ട്. അവരോട് ചോദിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമെന്ന് ഞാൻ കരുതുന്നു. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.